ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരത്തിന് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു. വിദേശ കളിക്കാരടക്കം നിരവധി ഫുട്ബോൾ ടീമുകളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത്. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇരുന്നിലങ്കോട് അണിയിച്ചൊരുക്കുന്ന 13ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു. സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ നാടിൻ്റെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുക മാത്രമല്ല, പുതിയ തലമുറകൾക്ക് കായിക രംഗത്തുള്ള ലഹരിയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കാനും യഥാർത്ഥത്തിൽ മയക്കുമരുന്നെന്ന ലഹരിയെ ജീവിതത്തിൽ തൊടാതിരിക്കാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നിവിടെ കൊടുത്തുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പുതിയ തലമുറകളെ കായിക രംഗത്തും കലാരംഗത്തും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നാട് ഒരുമിച്ച് നിൽക്കണം. അതിൻ്റെ വലിയ സന്ദേശമാണ് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതിനെല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ലഹരി എന്ന വിഷത്തെ ഈ നാടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും യുവാക്കളും പുതിയ തലമുറകളും എല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൈമ സ്പോർട്സ് ആൻഡ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റെഡ് ലൈറ്റ് ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. മുള്ളൂർക്കര ഇരുന്നിലംകോട് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നത്. മെയ് 4 വരെ രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ സിറ്റി ബോയ്സ് കിളിമംഗലം ഡിഫൈൻഡർ നെടുമ്പുരയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ യുണൈറ്റഡ് താഴപ്രയും മാഞ്ചസ്റ്റർ കടവ് ചെമ്പൻപടിയും ഏറ്റുമുട്ടും. പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MH അബ്ദുൾ സലാം, സോമസുന്ദർ, മിഥുൻ, ഷിഹാബ്, KM മൻസൂർ, KM ഹസീബ് എന്നിവർ സംസാരിച്ചു. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.